ഇന്നത്തെ വീഡിയോ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒരുപാട് ഓർമ്മകളും ഒരുപാട് വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കും. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക്, പ്രത്യേകിച്ച് പൊറ്റമ്മലിൽ ജീവിക്കുന്നവർക്ക് ഈ വീടിനെക്കുറിച്ച് പറയാൻ ഒരുപാട് ഓർമ്മകളും കഥകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് അതിൽ കൂടുതലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന എൻ്റെ വീടാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ ഇതിൻ്റെ തൊടിയിലൂടെ ഓടി നടന്നതും കുറേ വിശേഷങ്ങളും പങ്കുവെക്കാനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. മുൻ മന്ത്രിയും എം.എൽ.എയുമായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് എ. സുജനപാൽ സാറിൻ്റെ ഗോപാലപുരം എന്ന് പറഞ്ഞ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കോഴിക്കോടുകാർക്ക്, പ്രത്യേകിച്ച് പൊറ്റമലക്കാർക്കൊക്കെ സുജേട്ടനാണ് കേട്ടോ. അപ്പോൾ സുജേട്ടൻ്റെ ഗോപാലപുരം വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ തൊടിയിലൂടെ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നൊക്കെ ഇഷ്ടം പോലെ മരങ്ങളായിരുന്നു കേട്ടോ. പേരയ്ക്കയും ജാമ്പയ്ക്കയും സപ്പോട്ടയും ബബ്ലി നാരങ്ങയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് മരങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റൊക്കെ കളിച്ച് വരുന്ന സമയത്ത് ആ പറമ്പിൽ കയറി പേരയ്ക്കൊക്കെ പൊട്ടിച്ച് തിന്ന്, എന്നിട്ട് ഇതിൻ്റെ അടുക്കള വശത്ത് പോയിട്ട് ഞങ്ങൾ തണുത്ത വെള്ളം വാങ്ങി കുടിക്കും ഇവിടുന്ന് തന്നെ. അന്നും ഇന്നും അത് ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഈ വീടുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. എപ്പോൾ നമ്മൾ കയറി ചെന്നാലും നമുക്ക് ധൈര്യത്തോടെ ഏത് സമയത്തും കയറി, അത് അന്നത്തെ സുജേട്ടനുള്ള കാലത്തും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അതാണ് മുന്നേ പറഞ്ഞത്, എനിക്ക് ഈ വീടുമായിട്ട് ഒരുപാട് ആത്മബന്ധങ്ങളും കഥകളും വിശേഷങ്ങളും ഒക്കെ പറയാനുണ്ടാവും. 100 വർഷത്തിലേറെ പഴക്കമുള്ളൊരു വീട് കേട്ടോ. പക്ഷേ ഇന്നും ഒരു കേടുപാടും ഇല്ലാതെ അതേ പ്രൗഢിയോടെ ആ വീട് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ വീടിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേറെ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ നേതാക്കളെയൊക്കെ കാണുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. കോൺഗ്രസിൻ്റെ ഒരുപാട് വലിയ വലിയ നേതാക്കൾ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു സ്റ്റേറ്റ് കാറൊക്കെ ആദ്യമായിട്ട് തൊടുന്നതും അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുന്നതും സ്റ്റിയറിംഗ് പിടിക്കുന്നതൊക്കെ ഞാൻ ഇവിടുന്ന്. അതേ ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ടാവും. എന്നെ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ഞാൻ പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് സുജേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു യാത്ര പോകുന്നത് വടകരയ്ക്ക്. സൈഡിൽ സുജേട്ടൻ ഇരുന്ന് ഞാൻ വണ്ടി ഓടിച്ചിട്ട്, അങ്ങനെ അങ്ങനത്തെ ഓർമ്മകളുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എനിക്ക് വീട്ടിൽ കയറി വരാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നല്ലൊരു രാഷ്ട്രീയക്കാരനിലുപരി അതിലും നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു സുജനപാൽ. ഒരുപാട് പെയിൻറ്റിങ്സ്, അതിൽ പ്രത്യേകിച്ച് ഓയിൽ പെയിൻറ്റിങ്ങുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ മാതിരിയെ ഒരുപാട് വലിയ വലിയ നേതാക്കൾ വന്ന് ഇരുന്നതും സംസാരിച്ചതും പല പല ചർച്ചകൾ നടന്നതൊക്കെ ആയിട്ടുള്ള ഹാളും റൂമുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ വീഡിയോ ചെയ്യാനൊരു കാരണം ഉണ്ടെന്ന്. അത് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ വീട് പൊളിക്കാൻ പോവുകയാണ്. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളാവെന്ന് പറയുന്ന മാതിരി ഇത് പൊളിച്ചിട്ട് ഇവിടെ പുതിയ ഭാവിയിൽ നല്ല നല്ല എന്താ പറയുക, പുതിയ മോഡേൺ ഡിസൈനിലുള്ള പല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ അത് പൊളിക്കുന്നത് അനിവാര്യമായതുകൊണ്ടും, പിന്നെ ഇങ്ങനൊരു വീട് ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇനി ഭാവിയിൽ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ ഓർമ്മകൾ പറയാനൊക്കെയുള്ളൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ വീട് ഇപ്പോൾ പൊളിക്കും. നമ്മൾ ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വീടൊക്കെ പൊളിച്ചിട്ട് ഇവിടെ പുതിയ ഒരു കെട്ടിടം വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ മെയിനായിട്ട് എടുക്കാനൊരു കാരണം കേട്ടോ. വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വീടിന്. ഈ വീട്ടിൽ ഈ മച്ചൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ കോൺക്രീറ്റിൻ്റെ ഫ്ലോറിങ്ങിനൊക്കെ പകരം അന്നത്തെ തേക്കിൻ്റെ തടീനെ കൊണ്ട് ഫ്ലോറിങ് ചെയ്തതാണ്. അതൊക്കെ അന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഇന്നും എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. സ്റ്റെയർ കേസ് ആയാലും നിലത്തിലെ ഫ്ലോറിങ് ആയാലും കംപ്ലീറ്റ്ലി തേക്കിൻ്റെ മരം വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം അന്നൊക്കെ അതൊരു അതിശയമായിരുന്നു. ഇന്നും പുതിയ തലമുറകൾക്ക് ഇതൊക്കെ ഒരു അതിശയം തന്നെയായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വയ്ക്കാം, പുതിയ വരുന്ന തലമുറകൾക്കും കാണാം. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ജോലിയും ഒരു നേരത്തെ ആഹാരവും ആശ്രയവും ഒക്കെ ആയിരുന്നു ഈ വീട്. അന്നത്തെ കാലത്തൊക്കെ എപ്പോഴും ഒരു 10-15 പേര് എപ്പോഴും ഈ വീട്ടിലുണ്ടാവുമായിരുന്നു കേട്ടോ. അത് ഈ രാഷ്ട്രീയക്കാരും വലിയ വലിയ പ്രമുഖരും മാത്രമല്ല, സാധാരണക്കാരായാലും ഈ നാട്ടുകാരും ഒക്കെ. ഞാൻ പറഞ്ഞില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഓർമ്മകൾ പറഞ്ഞെടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല. അത്രയും ചെറുപ്പകാലം മുതൽ ഇന്നീ ദിവസം വരെ എനിക്ക് ഈ വീടുമായിട്ട് ഓർമ്മകളാണ്. ഞാൻ മുന്നേ പറഞ്ഞ എൻ്റെ അനുഭവം പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ, ഈ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ ഓരോരോ കഥകൾ ഈ വീടുമായിട്ട് പറയാനുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ
ഈ വേനൽക്കാലത്ത് എല്ലാ കിണറുകളും വറ്റുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വരുമായിരുന്നു. എന്താ വെച്ചാൽ ആ കിണർ വറ്റില്ല. ഇപ്പോഴും ആ കിണർ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. എത്ര വേനൽ വന്നാലും എത്ര ആൾക്കാർ അത് കോരിയാലും ആ വെള്ളം വറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവിടുന്ന് നോക്കി എൻ്റെ വീട് കാണാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ബാൽക്കണി നോക്കുമ്പോൾ ഈ കാണുന്ന കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അത്ര അടുത്തായിരുന്നു ഞാൻ പണ്ട് ചെറുപ്പത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഓടി വരാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഓർമ്മകളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കണം. എൻ്റെ ഒരു ചെറിയ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചെന്നുള്ളൂ.